Hi, sir. I saw your email about the edits and the new deadline. മലയാളത്തിൽ പറയാം. നിങ്ങൾ എന്ത് സാധനം തന്നാലും നോ പ്രോബ്ലം ഞാൻ ചെയ്തോളാം സാർ എന്ന് പറയുന്നത് എൻ്റെ വൃത്തികെട്ട പീപ്പിൾ പ്ലീസിങ് സ്വഭാവം കാരണമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ഇങ്ങനെ തിരുമ്പോൾ ഓരോ പണി തന്നുകൊണ്ടിരിക്കുന്നത്. അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ കഷ്ടിച്ച് ഉറങ്ങിയിട്ടാണ് ഞാൻ ഓഫീസിലേക്ക് വീണ്ടും വരുന്നത്. ഞാൻ അമ്മ ഇഷ്ടീനല്ല മനുഷ്യനാണ്. മനുഷ്യന്മാർക്ക് ചെയ്യുന്നതിനൊരു ലിമിറ്റൊക്കെ ഉണ്ട്. എനിക്കിങ്ങനെ മറ്റേ എന്തിനെ പോലെ തിരിച്ചു മറിച്ചൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. എന്നാൽ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കുക, അതില്ല. എല്ലാം കൂടി എൻ്റെ മണ്ടിക്കിട്ട് നിന്നാൽ ഞാൻ എങ്ങനെ ഇത് തീർക്കുക? മനുഷ്യൻ ഇറങ്ങാൻ നിൽക്കുമ്പോഴായിരിക്കും നിങ്ങൾ അടുത്ത വർക്കായിട്ട് വരുന്നത്. അത് എൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല, അതെനിക്ക് പിന്നെ അറിയാമെന്നെങ്കിലും പറയാം. ബാക്കിയുള്ളത് ഞാൻ പഠിച്ചെടുത്ത് ചെയ്യുമ്പോഴത്തേക്ക് ടൈം എടുക്കും. ആ ടൈം സാവകാശം ഒന്നും തരാതെ ഇന്ന സമയത്തിലിട്ട് പ്രഷറൈസ് ചെയ്ത് കുക്കറാക്കി പൊണ്ടാറങ്ങി എപ്പോൾ പൊട്ടിത്തെറിക്കുന്ന എനിക്കൊരു പിടുത്തല്ല. ഇനി ഞാൻ എൻ്റെ ഹെൽത്ത് നോക്കിയിട്ടില്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് എന്നെ നഷ്ടപ്പെടും. ശരിയാണ്, അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ജോലിക്ക് കയറിയത്. അവിടുത്തെ സാഹചര്യം കൊണ്ട് തന്നെയാണ്. പക്ഷെ ഞാനങ്ങനെ ചത്തുപോയാൽ എനിക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് എന്നെ നോക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. ഇനിയെങ്കിലും ഞാൻ എന്നെ നോക്കണം. 6 മണി എന്നുള്ളൊരു സമയമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലാപ്പ് ഓഫാക്കും. പിന്നെ വീട്ടിലേക്ക് വന്നിട്ടുള്ള ഈ സാധനങ്ങളും ഡെഡ് ലൈനും തേങ്ങയും മാങ്ങയൊന്നും എന്നെ കൂടെ പറ്റത്തില്ല, ചെയ്യത്തുമില്ല. ബാക്കി എന്തെങ്കിലും പെൻഡിങ് വർക്ക് ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത ദിവസം രാവിലെ വന്നിട്ട് അത് തീർക്കും, അത്രേ ഉള്ളൂ. അത് എൻ്റെ വർക്ക്. അതിൽ അത്യാവശ്യ സാഹചര്യം ആണെങ്കിലും മാത്രം നമുക്ക് ബാക്കിയുള്ളൊരു സെക്ഷൻ എടുക്കാം. അല്ലാതെ എന്നും ബാക്കിയുള്ളവർ നേരത്തെ പോകുന്നു എല്ലാം എൻ്റെ മണ്ടക്കിട്ട് തരുന്നു. ഒന്നും എതിർക്കുന്നില്ല, ഒന്നും തിരിച്ച് പറയുന്നില്ല എന്ന് വെച്ചിട്ട് ഒരുമാതിരി ടേക്കൺ ഫോർ ഗ്രാൻഡഡ് പരിപാടി ചെയ്യത്തിട്ടാ. ഇങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ശരി, ഞാൻ വേണമെങ്കിൽ റിസൈൻ ചെയ്യാം. നിങ്ങൾക്ക് എന്നെ ഫയർ ചെയ്യണമെങ്കിൽ ഫയറും ചെയ്യാം, എന്താണെന്ന് വെച്ചാൽ കാട്ടിക്കോ. ഞാൻ പോയ വേറൊരു എംപ്ലോയിനെ നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഞാൻ ചത്തുപോയാൽ എനിക്ക് തന്നെ നഷ്ടം. കുറേ കാര്യങ്ങൾ ലൈഫിൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ശരി, താങ്ക് യു.